ഹായ്, AP പ്രദേശ് ഇൻഡസ്ട്രിയൽ വർക്കിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ പുതുതായിട്ട് നിർമ്മിച്ച ചീപ്പസ്റ്റ് ആയിട്ടുള്ളൊരു കോഴിക്കോടാണ് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത്. അത് 6 അടി നീളവും 2 അടി ആയിട്ടുള്ള ഡബിൾ ഡെക്കറായിട്ട് ഉണ്ടാക്കിയിരുന്നു. അത് 3 പീസായിട്ട് ഊരിയെടുക്കാൻ പറ്റുന്നതാണ്. ബോട്ടം പീസ്, മിഡിൽ പീസ്, പിന്നെ റൂഫിന് വേറെ ആയിട്ട്. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ കാണിച്ചു തരാം. ഇതാണ് കോഴിക്കോട്. ഇതിപ്പോൾ നമ്മുടെ ഒരു പാർട്ടിക്ക് വേണ്ടി ഉണ്ടാക്കിയ കൂടാണ്. ഇത് ഡബിൾ ഡെക്കറാണ്. മുന്നേ ഉണ്ടാക്കിയ കൂടിൻ്റെ അതേമാതിരിയുള്ള ഇതാണ്. ഇത് അതിൻ്റെ വേറെ ടൈപ്പാണ്. ഇത് കുറച്ച് ചീപ്പസ്റ്റ് ആയിട്ട് മോഡലാണ്. ഇതും അതേമാതിരി ഡബിൾ ഡെക്കറാണ്. ഇത് 6 അടി നീളം 2 അടി ഹൈറ്റ്. അങ്ങനെ മുകളിലത്തെ കൂടും സെയിമാണ്. 6 അടി നീളം 2 അടി ഹൈറ്റ്, 3 അടി വീതി. പിന്നെ ഇത് ഊരെടുക്കാൻ തരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ അതിൻ്റെ ജോയിൻ്റ് ഉണ്ട്. ഇത് 3 പീസായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒന്ന് അടി ബോട്ടം പീസ്, മിഡിൽ പീസ്, മറ്റേ റൂഫ് ടോപ്പ് പീസ്. റൂഫ് പീസ് ഇപ്പോൾ അവിടെ അഴിച്ചിട്ട് അവിടെ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇപ്പോൾ റെഡിയായി കഴിഞ്ഞുള്ളൂ, ഫിറ്റിയെല്ലാം കഴിഞ്ഞുള്ളൂ. ഇവിടെ കൊടുന്ന് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതിന് കോഴികൾക്ക് കഴിക്കാനുള്ള പൈപ്പെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു തീറ്റ കൊടുക്കാനുള്ളത് ഇതിൻ്റെ ഉള്ളിലാണ്. ഈ സൈഡിലാണ് ഡോറിനോട് ചേർന്നിട്ടാണ് വെച്ചിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ്. ഇവിടെ ഇത് പാർട്ടീഷൻ ഉണ്ട്. ഇതിപ്പോൾ 4 കൂടായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. സെൻട്രലിൽ പാർട്ടീഷൻ ഉണ്ട്. ഇവിടെയുള്ള കോഴിക്ക് ഇവിടെ 10 കോഴികൾക്കുള്ള കൂടാണത്. 10 കോഴി ഇവിടെ, 10 കോഴിക്കുന്ന ടോട്ടൽ 40 കോഴിക്കുള്ള കൂടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ ഇതിന് വെള്ളം കുടിക്കാനുള്ള നിപ്പിളൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ കസ്റ്റമറുടെ ആവശ്യപ്രകാരം ഉണ്ടാക്കിയില്ല. അവർക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണം വെള്ളം കുടിക്കാനുള്ള നിപ്പിളൊന്നും ഫിറ്റ് ചെയ്തില്ല. വെറും ഈ തീറ്റയ്ക്കുള്ള പൈപ്പ് മാത്രമേ വെച്ചിട്ടുള്ളൂ. പിന്നെ ഡോറ് കാര്യങ്ങൾ ഇതൊക്കെയുള്ളൂ. വേറെ നിലത്ത് ഇപ്പോൾ ഇങ്ങനെ ഇതാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. നാല് ഡോറ് പറഞ്ഞു തരുന്നത് മുന്നേ. 4 ഡോറുണ്ട്. ഒരു സെൻറ്ററിൽ ഗ്യാപ്പ് ഉണ്ട്. ഇവിടെ കാട്ടം ഇതൊക്കെ വീണ് കഴിഞ്ഞാൽ അവർ വേറെ ടെമ്പററി ആയിട്ട് വെക്കാനുള്ളതാണ്. അപ്പോൾ അതിന് മറ്റേ നമ്മൾ ആദ്യത്തെ മാതിരി ഇതൊന്നും ട്രേ ഒന്നും കൊടുത്തിട്ടില്ല. കുറച്ച് ലോ പ്രൈസിൽ ഉണ്ടാക്കിയാണ്. ഇതിൻ്റെ റൂഫ് ഇതാണ് തിരിക്കുന്നത്. ടോപ്പിലത്തെ പോർഷനായിരിക്കുന്നത്. ഇതിപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയില്ല. ഇതിന് ഇനി ഷീറ്റ് ഇടാൻ ബാക്കിയുണ്ട്. ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാം കംപ്ലീറ്റ് ആവും. ഇത് ഞങ്ങളിപ്പോൾ പുതുതായിട്ട് ഇതാണ് റൂഫിൻ്റെ വർക്ക് ചെയ്തതാണ്. അപ്പോൾ ഇവർ കസ്റ്റമറുടെ ആവശ്യപ്രകാരം ഒരു വീടിൻ്റെ ഷീറ്റ് മേഞ്ഞാണ്. ഇതുവരക്ക് ഈ റബ്ബർ ഇതിനൊക്കെ ആണ് ഉപയോഗിക്കാൻ പറ്റുന്ന ഷെഡാണിത്. വറക് വരക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ ഷീറ്റ് ഇട്ട് അതിൻ്റെ ഇതാണ് കാണിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഇതിങ്ങനെ റൂഫ് ഷീറ്റ് മേയാനോ മറ്റേ കോഴിക്കോടിൻ്റെ എന്തെങ്കിലും ഓർഡർ ഉണ്ടെങ്കിൽ അപ്പോൾ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അതിൽ വിളിച്ചാൽ മതി. അതിനെപ്പറ്റി പറയുന്നതാണ്. അപ്പോൾ ഇതാണ് ഷീറ്റ് മേഞ്ഞതിൻ്റെ മുൻവശമാണ് ഇപ്പോൾ കാണുന്നത്. അവിടെ വേറെ ഷീറ്റ് കൂടി മേഞ്ഞിട്ടുണ്ട്. അവിടെ അതിൻ്റെ താഴെയാണ് നേരത്തെ കാണേണ്ട കോഴിക്കോട് വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. പിന്നെ ഓർഡർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്താൽ ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.